ഒരൽപ്പം ക്യാരറ്റും ഇഞ്ചി വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് ഇതുകൊണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ന് മനസ്സിലായി ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നു. ഇതോടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏത് കറിയാണെന്ന്. ഗ്ലോബൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട സ്റ്റൂ. എങ്ങനെയുണ്ട് നോക്കിയാലോ. നമ്മളൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് കുറച്ച് കശുവണ്ടി എടുത്ത് വറുത്തെടുക്കുകയാണ്. ആവശ്യമുണ്ട്, അവസാനം ചേർക്കാനാണ്, ഇപ്പോഴത്തേക്കല്ലത്. കശുവണ്ടി വറുത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരൽപ്പം കുരുമുളക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇത് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർക്കാം. ഞാനൊരു വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എടുക്കാം നിങ്ങൾക്ക്. സവാള ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ചെറിയ തീയിൽ. സവാളയുടെ കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക് ഇതോടെ ചേർത്ത് നമുക്ക് വഴറ്റാം. ഉള്ളിയൊക്കെ ഒന്ന് ചുമന്ന് വരുമ്പോഴേ അതിലേക്ക് ഒരൽപ്പം ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി മതി, ഒരു കളറിന് വേണ്ടിയിട്ട്. 1/2 ടീസ്പൂണ് ഗരം മസാല ചേർക്കുന്നു. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, 1/2 ടീസ്പൂൺ. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നു. ഇത് മൂന്നും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് വരട്ടിയെടുത്താൽ മതി. മസാല ഒന്ന് ചേർത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞത്, ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതോട് ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരൽപ്പം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് അവിടെ ചേർക്കുന്നു. ഞാൻ കുറച്ചേ ഉള്ളൂ, ഒരു 1/2 ഗ്ലാസ്. ഈ ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ് ആയിട്ടുള്ള ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഉപ്പും ചേർക്കുന്നതാണ്. ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് 1 കപ്പ് എടുത്തേക്കുന്നതിന് 2 പാലാണ്, തേങ്ങാപ്പാലിൻ്റെ. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, ഒഴിച്ചാണ്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ പിഴിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ പൗഡർ മേടിക്കാൻ കിട്ടും. കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടും, കോക്കനട്ട് മിൽക്കും കിട്ടും. നമുക്ക് അത് വാങ്ങി ഒഴിക്കാം. നമുക്ക് ഇച്ചിരി വെള്ളം കൂട്ടി ഒഴിച്ചാൽ മതി 2 പാലിന്. നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. തിളക്കട്ടെ നല്ലോണം ഒന്ന്. ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് വേവട്ടെ, ഗ്രീൻ പീസും നല്ലോണം ഒന്ന് വേവട്ടെ. നമ്മുടെ സ്റ്റൂവിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്, ക്യാരറ്റും ഓൾമോസ്റ്റ് വെന്തു. നമുക്കിതിലേക്ക് ഇനിയും മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട അതിനകത്ത് ആഡ് ചെയ്തു. 8 മുട്ടയായിരുന്നു ഞാൻ എടുത്തിരുന്നത്. മുട്ട ഇടുന്നു. അതിൽ കഴിഞ്ഞ ശേഷം മുട്ട ഇട്ട ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കാം. ഇത് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഇത് കശുവണ്ടി അരച്ചതാണ്, നമ്മുടെ കാഷ്യൂനട്ട്. ഇതൊന്ന് ചേർക്കുക. ഇതൊരു ഓപ്ഷനിലാണ്. നമുക്കൊരു കുറുകി വരാനും നല്ല ടേസ്റ്റ് കൂടാനുള്ളൊരു ഓപ്ഷനാണ്. എന്നിട്ട് ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, വിട്ടേക്കണം. തിളക്കി ഒന്ന് കുറുകട്ടണം. അതിനുശേഷം നമുക്ക് 1 പാൽ ചേർക്കണം. കുറുകിയിട്ടില്ല, ഒന്നുകൂടെ ഒന്ന് കുറുകണം. കറിവേപ്പില, ഒരു തണ്ടാണ്, അതല്ല തണ്ട് കറിവേപ്പിലയോടെ ചേർക്കുന്നത്. അതിലേക്ക് ലാസ്റ്റ് 1 പാല്, കട്ട പാലും കൂടെ ഒഴിക്കുക. എന്നിട്ട് കുറുകി വരും അങ്ങോട്ട്. ഇത് തിളപ്പിക്കരുത്, ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നോക്കിയാൽ മതി, മുട്ട പൊട്ടിപ്പോരുത്, ഉടഞ്ഞു പോരുത്. ഓക്കെ, നമുക്ക് ആദ്യം വറുത്ത് വെച്ച കശുവണ്ടിയും കൂടെ ചേർക്കാം. ഇതെല്ലാം ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണം ചേർത്താൽ മതി. അതിൻ്റെ ഒരു ഫ്ലേവർ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. നമ്മുടെ എഗ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്.
നല്ല ചൂടോടി അപ്പം, ഇടിയപ്പം, പുട്ട് എന്തിൻ്റെ കൂടെ അങ്ങോട്ട് ചൂടോട്ട് കഴിക്കാൻ നല്ല കുറുകിയ കറിയായിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഈ എഗ് സ്റ്റൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സൈനിങ് ഓഫ് ഫ്രം ഗ്ലോബൽ കിച്ചൺ. ഞാൻ അനു.